മനുഷ്യ വികാരങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ വികാരം തന്നെയാണ് സെക്ഷുവാലിറ്റി, ലൈംഗികത എന്ന് പറയുന്നത്. അത് കൗമാരം തുടങ്ങുമ്പോൾ പുരുഷനിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണും സ്ത്രീയിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന പ്രൊജസ്ട്രോൺ തുടങ്ങിയ സെക്ഷൽ ഹോർമോൺസുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെയും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെയും കാണുമ്പോൾ അട്രാക്ഷൻ തോന്നിയേക്കാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അത് പ്രകൃതിയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ പ്രകൃതിക്ക് അനുസൃതമായി അത് പ്രകൃതിയല്ലേ എന്ന് തോന്നി അതിൻ്റെ പിറകെ ആ സെക്സിന് വേണ്ടിയിട്ട് പോയി കഴിയുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന പലതുമുണ്ട്. ഭൗതികതയിലേക്ക് വരികയാണെങ്കിൽ STDs എന്ന് പറയുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ കാണാൻ പോലും, ആ ഭാഗത്ത് നിൽക്കാൻ പോലും അറപ്പ് തോന്നിക്കുന്ന തരത്തിൽ, ഡോക്ടർ മെഡിസിന് പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ക്ലിനിക്സിൽ പോവാൻ വെറുപ്പും അറപ്പും തോന്നുന്ന OBG ആണ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളുമായിട്ട് ആളുകൾ വരും, പെണ്ണുങ്ങളും ആണുങ്ങളും സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസോർഡേഴ്സുമായിട്ട്. ഇതെങ്ങനെയാണ് അൺഹെൽത്തി സെക്ഷുവാലിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്നതാ? എപ്പോഴതിലേക്കൊക്കെ എത്തുക? നേരത്തെ പറഞ്ഞ ഈ മവദ്ദയുടെ സിനോണിമായി നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ക്രഷ്. അല്ലേ? സ്നേഹത്തിൻ്റെയൊക്കെ മുമ്പ് വരുന്നതാണല്ലോ ക്രഷ്. അല്ലേ? ഞാൻ മനസ്സിലാക്കിയത് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെ ഈ ക്രഷ് തോന്നുമല്ലോ. ആദ്യം ഒരാളോട് ക്രഷ് തോന്നുക, ഇഷ്ടം തോന്നുക, ഇഷ്ടം പറയുന്നതിൻ്റെ മുമ്പുള്ള പ്രോസസ്സാണ്. ഈ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ? ഡേറ്റിംഗ് ആണ്. അടുത്ത ദിവസത്തിലേക്ക് പോവുക, ഒരു ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്, രണ്ടുപേരും കറങ്ങാൻ പോവുക. ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ടല്ലേ ഇപ്പോൾ. എന്താ മലയാളത്തിലുള്ള ആപ്പിൻ്റെ പേരെന്താ? അരികെ ഇല്ലേ? നമുക്കൊക്കെ അത് അറിയുണ്ടാവും. പക്ഷെ വീട്ടിൽ പോയി ഉമ്മാനോട് ചോദിച്ചു നോക്കാണ്, ഇമ്മ എന്താ അരികെന്ന്. പാവല്ലേ, അതിനൊന്നും അറിയില്ല. അമ്മക്കും അപ്പക്കും അറിയില്ല അരികെ എന്താന്ന്. ഇതിനെയാണ് പല കുട്ടികളും. മക്കളെ, ഞാൻ ഒരിക്കലും ജനറലൈസ് ചെയ്യുകയല്ല, നിങ്ങളെ ഒറ്റപ്പെടുത്താന്ന് തോന്നരുത്. എൻ്റെ ക്ലിനിക്കൽ അനുഭവങ്ങൾ എനിക്ക് നൽകുന്ന പാഠങ്ങൾ ഇങ്ങനെയാണ്. ഒരു ഉമ്മ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ആ ഉമ്മ ഒട്ടും പൈസ ഇല്ലാത്ത പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്. അത്രയും കഷ്ടപ്പെട്ട് അത് ആരാൻ്റെ വീട്ടിൽ പണിയെടുക്കാൻ പോവുക, പാത്രം കഴുകാൻ പോവുക, അതൊക്കെ ഒഴിവാക്കി പൈസയൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലിനിക്ക് കൊണ്ടുവരും കുട്ടീനെ. നിരന്തരം എല്ലാ ആഴ്ചയും കൊണ്ടുവരും. കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുട്ടി മാറിയെന്നാണ് ഉമ്മയുടെ പക്ഷം. എൻ്റെ കുട്ടി ഇപ്പം മാറി, ഓളിപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഫോണിലൊന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് അവസാനം വന്ന ദിവസേ ഫോണ് കാണിച്ചെന്ന് എനിക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, ഇങ്ങോട്ട് നോക്കി ഡോക്ടർ, എൻ്റെ ഫോണിൽ ഇപ്പോൾ ഒന്നുമില്ല, പണിക്കോയാൽ ഞാൻ പോളടുത്ത് തന്നെയാണ് ഫോൺ കൊടുക്കണത്. ഇതിൽ കണ്ടോ അരികെ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഈ അരികെ, ഇതെന്താ ഈ ആപ്ലിക്കേഷൻ? എനിക്കറിയായിരുന്നു, അവർക്ക് അറിയുമോയെന്ന് അറിയണമല്ലോ. അറിയാത്തത് കൊണ്ടാണല്ലോ ഇത്ര മനോഹരമായി അതെൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു കൊടുത്തത് അതേപോലെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നു. മോള് പറഞ്ഞു കൊടുത്ത, ഉമ്മ ഇത് അരികെ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരും ഇല്ലാത്ത ആളുകൾ, കുടുംബക്കാരൊക്കെ ചിലപ്പോൾ മരിച്ചുപോയി ഒറ്റപ്പെട്ട അനാഥകളൊക്കെ ആയ ആളുകൾ, അല്ലെങ്കിൽ പൈസ ഒന്നും ഇല്ലാത്ത ആളുകൾ, പാവപ്പെട്ട ആളുകളൊക്കെ ഓരെന്ത് ചെയ്യും, ഇതിൽ അക്കൗണ്ട് എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളും അതിൽ കയറിക്കഴിഞ്ഞാൽ അരികെ ഇരിക്കുന്നത് പോലെ ഓലെ അടുത്ത് ചെന്ന് ഓലെ സാന്ത്വനിപ്പിക്കാനും ഓലെ സമാധാനിപ്പിക്കാനും, പിന്നെ നമ്മുടെ അടുത്ത് പൈസയൊക്കെ ഉണ്ടെങ്കിൽ 1 രൂപയോ 2 രൂപയോ 10 രൂപയൊക്കെ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു സാന്ത്വന പ്രവർത്തനമാണല്ലോ, ഒരാളെ സമാധാനിപ്പിക്കുന്നൊരു പ്രോസസ്സാണല്ലോ. അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ എൻ്റെ ഫോണിലുള്ളൂ എന്ന് നമ്മുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും പോലെ പാവം പിടിച്ച ഡിജിറ്റലി ഇല്ലിറ്ററേറ്റഡായ പൊട്ടക്കിണറിലെ തവളകളായി ജീവിക്കുന്ന ഓൾഡ് ജനറേഷനിലുള്ള ഉമ്മാനെയും ഉപ്പാനെയും പറ്റിക്കുമ്പോൾ ആലോചിക്കുക, നമ്മൾ ആരുടെ കാലിനടിയിലെ മണ്ണാണ് ഒഴുക്കിക്കളയുന്നത്? ഉമ്മാൻ്റെയും വാപ്പാൻ്റെ ആണോ? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെയാണ്, നമ്മെ തന്നെയാണ് നമ്മൾ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നത് എന്ന് ചിന്തിക്കുക. പാവം ഉമ്മാക്കറിയില്ല എന്താ അരികെന്ന്. ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആരാണോ ഫ്രീ ആയിരിക്കണതെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഡേറ്റ് ചെയ്യാൻ ആളെ കിട്ടാണ്, കറങ്ങാൻ പോവാണ് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ. 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മുതലുള്ള കുട്ടികൾ കറങ്ങാൻ പോവുക, ബൈക്കുമ്പലും കയറി. മാസ്ക് ഇട്ടിട്ടുണ്ടാവും. മാസ്ക് ഇടുന്നത് എന്തിനാ? കൊറോണ വരാണ്ടിരിക്കാനല്ലേ? അല്ല, ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരിക്കാനാ?
ഞാൻ വിചാരിച്ചു കൊറോണ വരാണ്ടിരിക്കാനാണ്. എല്ലാവരും മാസ്ക് ഇടുമ്പോഴേ പകരാൻ പാടില്ലല്ലോ. കൊറോണ വന്നാൽ കുറേ ദിവസം പോരയിൽ റെസ്റ്റ് എടുക്കേണ്ടി വരില്ല. അപ്പോൾ ഡേറ്റിങ് നടക്കില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഹറാമാണ്, തെറ്റാണ്. ഹായ് പറയുമ്പോൾ അവിടെ മുതൽ നമ്മൾ ചിന്തിക്കണം. ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഹായ് എന്ന് പറയുമല്ലോ, അല്ലേ? അല്ലെങ്കിൽ സ്നാപ്ചാറ്റ്, ഒരു കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞതാ, സ്നാപ്ചാറ്റ് ആണോ ഷെയർ ചാറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പേര് ഞാൻ മറന്നുപോയി ശരിക്ക്. ആ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഡോക്ടറെ ഇനി നിങ്ങൾ രഹസ്യമായിട്ട് പറയുക, ആൺകുട്ടിയാണ്, ഇനി നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴേ സ്നാപ്ചാറ്റ് കൂടെ ചാറ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന്. അപ്പോൾ ഇത് എന്തേന്ന് ചോദിച്ചു. സ്നാപ്ചാറ്റിൽ ഡിലീറ്റ് ചെയ്താലേ ആർക്കും പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ ഉണ്ടോ? സ്നാപ്ചാറ്റിൽ ഡിലീറ്റ് ചെയ്താൽ, അപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ പോയാലോ എന്ന് ചോദിച്ചു അവനോട്. സൈബർ സെല്ലിൽ പോയിട്ടും കാര്യമില്ല, അത് തിരിച്ചെടുക്കാൻ പറ്റൂല ഇത്തെ മെസ്സേജസ് ഒന്നും. ഇത്ര വിദഗ്ധരാണ് ആര്? നിങ്ങൾ സംഗതി രാജ്യമ്പോൾ മയക്കം മുടിച്ച് നിൽക്കണ്ടെങ്കിലും നിങ്ങൾ അത്ര അറിവുണ്ടോ ഈ വിഷയത്തിൽ? ഉണ്ടോ? ഇല്ല. നിങ്ങളെ പോലെയുള്ള കുട്ടികൾ പഠിപ്പിച്ച് തരുന്നതാണ് ഇതൊക്കെ. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ ഈ പറ്റിക്കുന്നത് എൻ്റെ ഉമ്മാനെ ഉപ്പാനെ അല്ല, എന്നെ തന്നെയാണ്. ആരും കാണാത്തിടത്തും എൻ്റെ റബ്ബിനെ കാണാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അടുത്തൊരു വാർത്ത, കമിതാക്കൾ രണ്ടുപേരും വയനാട്ടിലേക്ക് ടൂർ പോയതാ, താമരശ്ശേരി ചുരത്തിൽ വെച്ച് ആക്സിഡൻ്റായി മരിച്ചു. ബൈക്ക് ആക്സിഡൻ്റായി, രണ്ടുപേരും ബെസ്റ്റീസാണ് അല്ലേ, ലവ് ചെയ്യുന്നവരാണ്. ഇവർ രണ്ടുപേരും ഡേറ്റിങ്ങോ ലിവിങ് ടുഗദറോ കൊഹിബിഷനോ ഒക്കെ ചെയ്യുന്ന ആളുകളാ. ടൂർ പോയതാ, അമ്മയും വാപ്പയൊന്നും അറിയാതെ. വേറെ 2 ജില്ലകളിലുള്ള കുട്ടികളാണ്. മരിച്ചു, ആക്സിഡൻ്റായി, ബൈക്ക് ആക്സിഡൻ്റായി മരിക്കുക. പരലോകം എന്താണെങ്കിലും ഇല്ല അല്ലേ, കാരണം ഹറാമാ ചെയ്യുന്നത്. അന്യനായ ഒരു പുരുഷനെ തൊടുക എന്ന് പറയുന്നത്, അന്യനായ ഒരു പുരുഷനെയോ സ്ത്രീയെയോ പരസ്പരം സ്പർശിക്കുക, പുരുഷൻ സ്ത്രീയെയോ സ്ത്രീ പുരുഷനെയോ സ്പർശിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ ആണി അടിച്ചിറക്കുന്നത് പോലെയാണ് എന്ന് അഷ്റഫുൽ ഹൽക്ക് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പർശിക്കുന്നത് പോലും നമുക്ക് ഷെയ്ക്കാൻഡും പോലെ ഹഗ് ചെയ്യണമല്ലേ ഇപ്പോൾ, അല്ലേ? ഷെയ്ക്കാൻഡ് കൊടുത്താലും പോലെ ഹഗ് ചെയ്യണതാണ് ഇപ്പോൾ ഫാഷൻ. കൂടുള്ളവർ ഹഗ് ചെയ്തോട്ടെ, കൂടുള്ളവർ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഞാനില്ല. കാരണം എൻ്റെ ധാർമ്മികത, എൻ്റെ ആദർശം എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഈ വസ്ത്രം പവിത്രമാണ് എങ്കിൽ ഞാൻ എന്തിനാ ഇതൊക്കെ മറച്ച് നടക്കുന്നത്? ഞാൻ എൻ്റെ ഔറത്തൊക്കെ മറച്ച് നടക്കുന്നത് എന്തിനാ? ഇത് മറ്റൊരാൾക്ക് ആകർഷണം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാ, എന്നിൽ ആകൃഷ്ടനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ എൻ്റെ ശരീരത്തിൽ തൊടാനും ഹലാലാക്കുന്നത് വരെ മറ്റൊരാൾക്ക് അവകാശമില്ല. അപ്പോൾ വൈബാക്കാൻ പറ്റൂലേ? ഡേറ്റിംഗ് ഇല്ലെങ്കിൽ വൈബാക്കാൻ പറ്റൂലേ? സെറ്റായിട്ടില്ലെങ്കിൽ വൈബാക്കാൻ പറ്റൂലേ? ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂലേ? കൂടെയുള്ള കുട്ടികൾ ചാറ്റ് ചെയ്തോട്ടെ, ഓല് വൈബാക്കിക്കോട്ടെ, ഓൾക്ക് ചിലപ്പോൾ ഓലെ സെറ്റുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുണ്ടാവുള്ളൂ. ലക്ഷിത്തം ഓരോ നമ്മൾ വിട്ടുകൊടുക്കണം, ഓല അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞാനതിലില്ല. കാരണം എൻ്റെ ദീൻ എന്നെ പഠിപ്പിക്കുന്നത് അതല്ല. വ്യക്തമായ ധാർമ്മികത എന്നെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതല്ല പ്രണയം, യഥാർത്ഥ പ്രണയം ഇതല്ല. ഹലാലായ മാർഗത്തിലൂടെ നിക്കാഹ് എന്ന കർമ്മത്തിലൂടെ തനാകഹത്തുൽ അസ്ജാർ എന്നാണ് നിക്കാഹിന് പറയുക. നിക്കാഹ് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ എന്നാണ് അർത്ഥം. വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ, അതാണ് അതിൻ്റെ അർത്ഥം. വേർപിരിക്കാൻ പറ്റൂല ഇണകളെ പരസ്പരം, ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം. അത്രയേറെ മനോഹരമായ സ്നേഹം, പ്രേമം, ക്രഷ്, ലെസ്റ്റ് ഇതൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏത് ടെർമിനോളജി ഉപയോഗിച്ചാലും അത്രയേറെ മനോഹരമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മുൻപേയുള്ള ബന്ധങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ നഷ്ടങ്ങളെ കൂടുതലും കണ്ടുവന്നിട്ടുള്ളൂ. നഷ്ടങ്ങൾ മാത്രമേ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതങ്ങ് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല എന്നറിഞ്ഞില്ലേ? ചുറ്റുള്ള ആരെ ആദ്യം കാണാണ്ടിരിക്കാന്നറിയാം? ഉമ്മാനെയും വാപ്പാനെയും. ഉമ്മാനെയും വാപ്പാനെയും ബന്ധങ്ങളെ നമ്മൾ മറന്നു പോകും. ഹായിലായിരിക്കും തുടങ്ങുക, പക്ഷെ ഹലോയിൽ അവസാനിക്കണില്ല. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുകയാണ്. അവിടെ ഇഷ്ടം പരസ്പരം പറയുകയാണ്. എന്താ ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ, നിരന്തരം മെസ്സേജ് അയക്കുന്നതിന് എന്താ? ചിന്തിക്കണം. വിരലുകൾ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്, ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണത്. തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞെടുത്ത പ്രവാചകൻ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കൂടി നിങ്ങൾ വിട്ടു നിൽക്കുക. ഉമ്മമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല,
ഇല്ലേ? ഒരു ഉമ്മ വന്ന് പറഞ്ഞത്, ഡോക്ടർ എൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല കേട്ടോ, എൻ്റെ കുട്ടി ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 4 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ. ആ 4 അക്കൗണ്ട് കൂടെ 40-ലേറെ ആളുകളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതൊരു മാനസിക രോഗമാണ് പ്രിയപ്പെട്ട മക്കളെ. നമ്മൾ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുക. 9ാം ക്ലാസ് ആയപ്പോഴത്തേനെ 13 കുട്ടികളെ പ്രണയിച്ചൊരു പെൺകുട്ടിനെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേന് 13 പ്രേമങ്ങൾ അവസാനിപ്പിച്ചൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ സൈമിൾട്ടേനിയസ്ലി 2 പ്രണയങ്ങൾ വേറെയുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ? മെസ്സേജ് അയക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും കോപ്പി പേസ്റ്റ്. ഇറ്റ്സ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതൊരു മാനസിക രോഗമാണ്. നമ്മൾ ചിന്തിക്കണം, ഞാൻ ആ രോഗിയാണോ, ഞാൻ ആ മാനസിക രോഗിയാണോ? നമ്മൾ ആലോചിക്കണം, എത്ര രോഗികളുണ്ട് ഈ കൂട്ടത്തിൽ എന്നുള്ളത് നമ്മൾ സ്വയമേ ഒന്ന് വിലയിരുത്തുക. എൻ്റെ കൂട്ടുകാരി അത്തരം ഒരു രോഗിയാണോ? അവളെ ചികിത്സിക്കണം, അവൾക്ക് ചികിത്സ കൊടുക്കണം. ഇത് ദിവ്യ പ്രണയമൊന്നുമല്ല. നമ്മളെ ഭംഗി കണ്ട്, നമ്മളെ ചൊറുക്കണ്ട്, ഓ ഓളെ കണ്ണ് കണ്ടോ, നമ്മൾ ഭയങ്കര മോഹവാക്കുകളായിരിക്കും പറയുക. എൻ്റെ കണ്ണ് കാണാൻ എന്ത് രസമാണ്, എൻ്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാ, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് വൈബാട്ടോ, ഒരു രക്ഷയില്ല അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ അട്രാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാക്കുക, ഓർക്കുക, ശരീരത്തിന് വേണ്ടി മാത്രമുള്ള പ്രണയമാണെന്ന്. കാരണം നമുക്ക് തോന്നുന്നത്, എന്താപ്പോ ഞാൻ പ്രേമിക്കുന്നവനല്ലേ, എന്താ പോനൊന്ന് കാണാൻ പോയാൽ, കാണുന്നല്ലേ ഉള്ളൂ. കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അടുത്ത ദിവസം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കും. നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. കാരണം പിശാചിന് ഇതല്ലാതൊരു പണിയില്ല. ശൈത്താൻ്റെ പണി എന്താ? മനസ്സിൻ്റെ ഉള്ളിൽ ഫിത്തുന ഉണ്ടാക്കുകയാണ്. പിശാച് മോട്ടിവേറ്റ് ചെയ്യും. ആരും ഇല്ലല്ലോ കാണാൻ, ഈ പൊയ്ക്കോ, ആരും ഇല്ലല്ലോ കാണാൻ, ഈ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പോകും, ടൂറ് പോകും, ഓൻ്റെ കൂടെ ബൈക്കുമിലിരുന്ന് യാത്ര പോകും. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി ആൺകുട്ടി മരിക്കുന്ന സമയത്ത് പോലും പാവം എന്ന് പറയാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒരു മനുഷ്യനും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം പ്രിയപ്പെട്ട ഉമ്മാനെയും വാപ്പാനെയും നാട്ടുകാർക്ക് മുൻപിൽ, കുടുംബങ്ങൾക്ക് മുൻപിൽ മാനം കെടുത്തി പോയ കുട്ടികളാ. ഉമ്മയും വാപ്പയും പോലും അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാവില്ല. ഇഹലോകവും ഇല്ലാണ്ടായി, പരലോകവും നശിച്ചു. ഇനിയല്ല, നമ്മളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മയും വാപ്പയാ. നമ്മൾ കാരണം അഭിമാനിക്കണം, നമ്മൾ കാരണം തലയുയർത്തി നടക്കണം അവര്. അതിന് ഹറാമിലേക്ക് പോവാതിരിക്കുക. ഇത് തലയ്ക്ക് പിടിച്ച തുടക്കത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല, ദിവസങ്ങൾ കഴിയും, സ്നേഹം അങ്ങ് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. അവസാനം കല്യാണത്തിനോട് അടുക്കുമ്പോഴേ ഇരിക്കും, കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, കുടുംബം കൂട്ടും മാച്ചല്ല, ഒരിക്കലും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ കഴിയാത്ത ബന്ധമാണ് എങ്കിൽ നിങ്ങൾ ഓർക്കണം. കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഒരു കുട്ടികൾ പറയണത്, ഒരു ചെക്കനെ കുറിച്ച് പറഞ്ഞു, അവന് കള്ളുടിക്കും. ഇവളോട് പറഞ്ഞിട്ട് എത്ര അവൾ വിശ്വസിക്കുന്നില്ല. പ്രേമം അങ്ങനെയാണല്ലോ, ഏറ്റവും നന്മകൾ, ഏറ്റവും പോസിറ്റീവ് സ്വഭാവത്തെ മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ. രണ്ടുപേരും അതെ, നല്ല സ്വഭാവങ്ങൾ മാത്രമേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുള്ളൂ. നെഗറ്റീവ് സ്വഭാവങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കില്ല, ചീത്ത സ്വഭാവങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കില്ല. ഇനി അഥവാ കാണിച്ചാലും അതൊക്കെ സഹിക്കാനും പൊരുത്തപ്പെടാനുള്ള ശേഷിയിലേക്ക് നമ്മളെ എത്തിക്കും. അത്ര വലിയൊരു വികാരമാണ് പ്രേമം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കും. അപ്പോൾ അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കും നമ്മൾ. ഈ കള്ളു കുടിക്കുന്ന ഉമ്മയും വാപ്പയും പറഞ്ഞിട്ട് അവൾ വിശ്വസിച്ചില്ല. അവസാനം എവിടുന്നോ ഒരു CCTV ഫൂട്ടേജൊക്കെ കൊണ്ടുവന്ന് അവൻ കള്ളു കുടിക്കുന്നത് സൂം ചെയ്ത് കണ്ടോക്ക് മനസ്സിലായി, ഓൻ തന്നെയാണ് കുടിക്കണത്. കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സാറില്ല ഡോക്ടറെ, അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളാം എന്ന്. കള്ളുകുടിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിയെടുത്തോളാം. ഹൗ ബ്രേവ് ഷീ ഈസ്. ആലോചിച്ച് നോക്കി, ഓൾ എത്ര ധൈര്യവതിയാണ്. ഓളെ ധൈര്യമാണത് കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുക്കാന്നേ. ഏതെങ്കിലും ആണുങ്ങൾ, ഏതെങ്കിലും മനുഷ്യന്മാർ കല്യാണം കഴിഞ്ഞിട്ട് കുടി മാറ്റിയിക്കണ? കുടീൻ്റെ കൂടെ അടിയും കൂടെ തുടങ്ങുന്നല്ലാണ്ട് കുടി മാറ്റൂല. വ്യാമോഹമാണ് അവളുടെ, അത് വ്യാമോഹമാണ്. കാരണം ആ വികാരം അത്രയും തീക്ഷ്ണമായി മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുക. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ദീനിൻ്റെ കുറവാ, ഇസ്ലാമിൻ്റെ കുറവാണ്, സ്പിരിച്വാലിറ്റിയുടെ കുറവാണ്. നമുക്കൊരു ഐഡിയോളജി ഉണ്ട്, ഇസ്ലാം ഈസ് എൻ ഐഡിയോളജി. ആ ഐഡിയോളജി അനുസരിച്ച് ഇതൊന്നും നമ്മുടെ വൈബുകൾക്ക് അഗെയിൻസ്റ്റ് അല്ല. ഔറത്ത് മറച്ച് നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നത് വൈബിനെതിരല്ല. ആൺകുട്ടികളുടെ ശരീരത്തിൽ തൊടാതെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് വൈബിൻ്റെ കുറവല്ല. ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് പോകുന്നില്ല.
ഹറാമിലേക്ക് പോവാതിരിക്കുന്നത്, ലൈഫിൽ എൻജോയ്മെൻറ്റ്സ് കട്ടാവുന്നില്ല. ഇതൊക്കെ ശീലിച്ചുകൊണ്ടും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടാണ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, പഠിക്കാനുള്ള സമയമാണ്, പഠിക്കേണ്ട സമയമാണ്, ഭാവന സുന്ദരമാക്കേണ്ട സമയമാണ്. അതിവിടെ കിട്ടുള്ളൂ. 10ാം ക്ലാസ് ഇനി വരൂല, +1 +2 ഇനി വരൂല, ഇനി സമയം കിട്ടൂല, ഡിഗ്രി ഇനി വരൂല. നല്ല പ്രൊഫഷൻ നേടിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിൽ നമ്മളെ മോൾഡപ്പ് ചെയ്തെടുക്കേണ്ട സമയമാണ്. അവിടെ ഇത്തരം ചിന്തകളിലേക്ക് പോകുമ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും എന്താ? MBBS 3rd ഇയർ പഠിക്കുന്ന ഒരു മോളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. MBBS നീറ്റ് എക്സാം എഴുതി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടിയ പെൺകുട്ടി. പ്രേമാണ്, പ്രേമിച്ചു. അവൾ ബസ്സിൽ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടി പോയിരുന്ന ബസ്സിൽ ക്ലീനറായിരുന്നു. കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു വീട്ടുകാർ. അതിൻ്റെ പേരിൽ അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്ത് അഭിമാനപൂർവ്വം അവൾ നേടിയെടുത്ത സീറ്റ്, ആ കോഴ്സ് അവൾ നിർത്തി. ഞാൻ ചോദിച്ചു അവളുടെ അടുത്ത്, നിനക്ക് സങ്കടമില്ലേ ഈ ഒരു ബന്ധം കാരണം? നിൻ്റെ കോഴ്സ് നിന്നു, ഇത്രയേറെ മനോഹരമായൊരു പ്രൊഫഷൻ നിനക്ക് ലഭിക്കുമായിരുന്നത്, അത് തടയപ്പെട്ടു, നിനക്ക് സങ്കടമല്ലേ? എനിക്കൊരു സങ്കടമില്ല, എനിക്കൊരു സങ്കടവുമില്ല എന്ന് പറയത്തക്ക രൂപത്തിൽ അവളെ ബ്രേവാക്കി മാറ്റുന്നത് ഈ വികാര. അപ്പുറത്ത് ഉമ്മാനോട് ഉപ്പാനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, അതിൻ്റെ മുകളിൽ വരും ഈ ചിന്ത, ഈ ഇസം. അതുകൊണ്ട് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, അത് റെയിൻബോ തിയറി ആണെങ്കിലും ലെസ്ബിയനിസം ആണെങ്കിലും ഗേയിസം ആണെങ്കിലും എവ്രിതിങ്, ഇതൊക്കെ ഹറാമാണ്. ഒരു സമൂഹത്തെ മുഴുവൻ പടച്ചോ നശിപ്പിച്ചത് സ്വവർഗരതിയുടെ പേരിലാണ്. ഈ പറഞ്ഞ LGBTQൻ്റെ പേരിലാണ് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം തിയറികൾ, മനുഷ്യനാണോ പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും മാത്രമേ അട്രാക്ഷൻ തോന്നുകയുള്ളൂ, അവർക്ക് മാത്രമേ ഹലാലായ മാർഗത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളതൊക്കെ സ്വാതന്ത്ര്യം മാത്രമാണ്, ദീനല്ല. അതുകൊണ്ട് ദൈവികമായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, ആ ഖുർആനിനെയും ആ സ്വർഗത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണോ അത്തരം ഇസങ്ങളിലേക്ക് പോവാതിരിക്കുക. പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചികിത്സ വേണ്ടിയിടത്ത് അവരെ ചികിത്സിപ്പിക്കുക, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് സഹായകമായി മാറുക നിങ്ങൾ ഓരോരുത്തരും. ഇവിടെയുള്ള ഒരു പെൺകുട്ടികളും ഇൻഷാ അല്ലാഹ് ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോവാതിരിക്കുക. മവദ്ദത്ത് എന്ന് പറയുന്നത് ഹറാമായ സ്നേഹമല്ല. വിവാഹശേഷം വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കർമ്മമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താ? നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ആനന്ദമാണ്, ആഹ്ലാദമാണ്, സംതൃപ്തിയാണ് ഇണകൾക്കുള്ളിൽ ഉണ്ടാവേണ്ടത്. അത് ഖുർആനാ പറയുന്നത്. ഇസ്ലാം കാണിക്കുന്ന പരിശുദ്ധ ദീന് കാണിക്കുന്ന മാർഗവും അങ്ങനെ തന്നെയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ